അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ നാടുകളിൽ പല ആചാരങ്ങളും പല അനുഷ്ഠാനങ്ങളും നടക്കുന്നതായി നമുക്കറിയാം. വ്യത്യസ്ത ദിവസങ്ങളിലായി പല ആഘോഷങ്ങളും ആഭാസങ്ങളും നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും സ്നേഹത്തോടെയും ഐക്യത്തോടെയും പെരുമാറുകയും കൊണ്ടാടുകയും ചെയ്യേണ്ട നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ കുടുംബക്കാർ, അത് നമ്മുടെ കുടുംബക്കാർ നമുക്ക് പല മുഖേന നമുക്ക് പല കുടുംബക്കാരെയും ലഭിക്കുന്നുണ്ട്. ജന്മനാ നമുക്കൊരുപാട് കുടുംബക്കാർ ലഭിക്കുന്നു, ബന്ധുക്കൾ ലഭിക്കുന്നു. വൈവാഹിക ജീവിതത്തിന് ശേഷവും നമുക്കൊരുപാട് ബന്ധങ്ങളും ഒരുപാട് കുടുംബങ്ങളും ലഭിക്കുന്നു. എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിലെ സുപ്രധാന ഒരു വഴിത്തിരിവാണ്, അല്ലെങ്കിൽ ഒരു സുപ്രധാന ഒരു ടേണിംഗ് പോയിൻ്റാണ് ഒരു മനുഷ്യൻ്റെ വിവാഹം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത്, പുതിയ കാലത്ത് വിവാഹം ആഭാസമാകുന്നുണ്ടോ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു മനുഷ്യൻ്റെ വിവാഹ ബന്ധത്തിലൂടെ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ആ ഒരു ബന്ധത്തിലൂടെ അവനക്ക് ധാരാളം ഒരുപാട് ബന്ധങ്ങൾ അവനക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞവരാണ്. ഭാര്യ ഭർത്തവ ബന്ധത്തിലൂടെ ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അത് ആണിനാവട്ടെ പെണ്ണിനാവട്ടെ ആർക്കും ലഭിക്കുന്നു. ഒരു പെണ്ണ് വിവാഹം കഴിക്കുന്നതോടുകൂടി ആണിൻ്റെ കുടുംബക്കാർ മുഴുവനും ആ പെണ്ണിൻ്റെ കുടുംബക്കാരാകുന്നു. അതുപോലെ തന്നെ ആ പെണ്ണിൻ്റെ ഭർത്താവ് പെണ്ണിൻ്റെ ബന്ധുക്കളുടെയും കുടുംബക്കാരാകുന്നു. ഇങ്ങനെ തുടങ്ങി ആ ഒരു കെട്ടുബന്ധത്തിലൂടെ, വിവാഹ ബന്ധത്തിലൂടെ ഒരുപാട് ബന്ധങ്ങൾ ജനിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പലപ്പോഴും പല സമയങ്ങളിലായി ഈ ബന്ധത്തിന് വിള്ളലേൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് മാമൂലുകൾ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാമൂലുകൾ, അത് ആരുണ്ടാക്കിയതാണ് എന്നുള്ള ചോദ്യം പ്രസക്തമാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ആരുണ്ടാക്കിയതാവട്ടെ, ഈ ആ മാമൂലുകൾക്കിടയിൽ കുടുങ്ങിപ്പോകുന്ന പാവപ്പെട്ട ചില ഭർത്താക്കന്മാരുണ്ട്. ഞാൻ ഭർത്താക്കന്മാരെ സൈഡാക്കിക്കൊണ്ട് പറയാൻ കാരണം ഞാൻ ആണായതുകൊണ്ട് മാത്രമല്ല, കൂടുതലും അനുഭവിക്കുന്നത് അവരാണ്. ഏറ്റവും ഉദാഹരണം നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്ന ഒരു ഭർത്താവ്, ഒരു പുരുഷൻ, അവൻ അതോടൊരു ഭർത്താവായി മാറുന്നു. അതോടൊപ്പം തന്നെ ആ ഭാര്യയുടെ കുടുംബക്കാരുമായി ഒരു ബന്ധം അവനിക്കുണ്ടാകുന്നു. ഈ ഭാര്യയുടെ ബന്ധുക്കളിൽ പെട്ട ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ, ഉദാഹരണം ഒരു വീട് കൂടൽ, കുടിയിരിക്കൽ എന്നൊക്കെ നമ്മൾ പറയും. ഈ കുടിയിരിക്കലിന് ക്ഷണം കിട്ടും ഈ ഭർത്താവ് ഒരുപക്ഷെ പാവപ്പെട്ടവനായേക്കാം. സാമ്പത്തികമായി വലിയ ഉയർച്ചയുള്ള ആളുകൾക്ക് ഇതൊരു വിഷയമുണ്ടാവില്ല. പക്ഷേ പലപ്പോഴും ചെറിയ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ചെറിയ വേതനത്തിന് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരായ ചില ആളുകൾ, അവരിതിൽ കുടുങ്ങിപ്പോവുകയാണ് യഥാർത്ഥത്തിൽ. ഈ ഒരു കുടിരിക്കലുണ്ടാകുന്ന സമയത്ത് ഈ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നമ്മളെ കുടുംബത്തിലൊരു കുടിരിക്കലുണ്ട്, അഥവാ എൻ്റെ ആങ്ങളൻ്റെ ഒരു കുടിരിക്കലുണ്ട്, എൻ്റെ സഹോദരൻ്റെ ഒരു കുടിരിക്കലുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കണം, അത് കാര്യമായിട്ട് തന്നെ കൊടുക്കണം. ഈ ഭർത്താവ് ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞ ക്ഷീണത്തിലായിരിക്കും. കല്യാണം കഴിച്ചതിൻ്റെ കടം പോലും അവനക്ക് പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ കടം പോലും കൊടുത്ത് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഈ സാധുവിന്. അതിൻ്റെ ഇടയിൽ തോട്ട് മൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഭർത്താവിനോട് ഭാര്യ പറയുമ്പോൾ അതിന് വഴങ്ങല്ലാതെ മറ്റൊരു രക്ഷയുമില്ല. ആരാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്? യഥാർത്ഥത്തിൽ സഹോദരൻ്റെ കുടിരിക്കലിന് ഒരു കട്ടിലയോ അല്ലെങ്കിൽ വലിയ വിലപിടിപ്പുള്ള വസ്തു കൊടുക്കാൻ നിർബന്ധമല്ലല്ലോ. പക്ഷേ ഇവിടെ
നമ്മുടെ അഭിമാനം അല്ലെങ്കിൽ നമ്മുടെ ആ മാമൂല് ഒരു പ്രശ്നമാവുകയാണ്. കൊടുത്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അത് കൊടുക്കേണ്ടത് നമ്മുടെ ഒരു കടമയല്ലേ എന്നുള്ള രീതിയിൽ, അഥവാ കൊടുത്തില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ് എന്നുള്ള രീതിയിലേക്ക് ആ മാമൂലുകൾ ഇന്ന് അവരെ കൊണ്ടെത്തിക്കുന്നു. ഒരൊറ്റ ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ ബർത്ത്ഡേ വരുമ്പോൾ അവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്ന ഒരു മാമൂല്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ. ആരാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്? മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. അക്കീക്ക. ഒരു ഒരാൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അക്കീക്ക അറുക്കൽ സുന്നത്താണ്. അതാർക്കാണ് സുന്നത്ത്? സാമ്പത്തികമായി ഉള്ളവനിക്കാണ് അത് കൂടുതൽ സുന്നത്ത്. കടം വാങ്ങിയിട്ട് അക്കീക്ക അറുക്കാനൊന്നും ആരും, ഇസ്ലാമും ഒരു മതവും ആരോടും പറഞ്ഞിട്ടില്ല. ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല കടം വാങ്ങി അക്കീക്ക അറുക്കണമെന്നൊന്നും. പക്ഷേ അത് അറുത്തിട്ടില്ലെങ്കിൽ മോശമാണ്. അതൊരു മാമൂലായി ഇന്ന് നിലകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ കല്യാണം ഉറപ്പിച്ച ഒരു പെണ്ണ്, ഒരാണ് ഡ്രസ്സ് എടുക്കുന്നൊരു പരിപാടിയുണ്ട്. ഡ്രസ്സ് ആർക്കാണ് കൊടുക്കേണ്ടത്? ഒരു ഭർത്താവിനിക്ക് തൻ്റെ ഭാര്യയ്ക്കാണ് ഡ്രസ്സ് കൊടുക്കൽ നിർബന്ധം. അല്ലാതെ ആ ഭാര്യയുടെ കുടുംബക്കാർക്കോ ഭാര്യയുടെ ആങ്ങളമാർക്കോ ഭാര്യയുടെ അനുജത്തി ഏട്ടത്തിമാർക്കോ ഒന്നും വസ്ത്രം കൊടുക്കൽ നിർബന്ധമല്ല. പക്ഷെ അവിടെയും മാമൂലുകൾ അവനെ കുഴിയിലേക്ക് വീഴ്ത്തുകയാണ്. സാമ്പത്തികമായി ഇല്ലാത്ത ഒരാൾ അവൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോലും വളരെ അധ്വാനിച്ച് ക്ഷീണിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിൻ്റെ കുടുംബക്കാർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കുക എന്നുള്ളത് അത് വലിയൊരു ബാധ്യതയായി തീരുകയാണ്. ഇങ്ങനെ മാമൂലുകളിൽ ഞെരുങ്ങി ജീവിക്കുന്ന ചില ഭർത്താക്കന്മാരെന്ന സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവരോട് നമുക്ക് പറയാനുള്ളത്, മാമൂലുകൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. മനുഷ്യൻ്റെ സാമ്പത്തികത്തിനനുസരിച്ച് ഇടപെടുക. എല്ലായിടത്തും മാമൂലുകളെയും അഭിമാനത്തെയും നോക്കിപ്പോയാൽ നമ്മുടെ ജീവിതം കടത്തിലേക്ക് തള്ളിപ്പോകും. അത്തരമൊരു അവസ്ഥ നമുക്കില്ലാതിരിക്കട്ടെ. അതിലേക്ക് പ്രാർത്ഥനകൾ സമർപ്പിക്കാം. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.